ഹലോ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാൻ, അതായത് ആവർത്തി പട്ടിക എങ്ങനെ ചെയ്യും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തത്. ഇവിടെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. എന്താണ് തന്നത്? ഒരു സ്കൂളിലെ 44 കുട്ടികൾ എത്ര ദൂരത്തു നിന്നാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡാറ്റയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, എത്ര ദൂരത്തു നിന്ന് വരുന്നു, എത്ര കിലോമീറ്റർ അകലെ നിന്നാണ് വരുന്നത് എന്നുള്ളതിൻ്റെ 44 കുട്ടികളെ സംഭവമാണ് ഈ തന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഡാറ്റ കണ്ടാൽ നമ്മൾ എന്താക്കും? ഫസ്റ്റ് തന്നെ എന്താക്കും? ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ കോളത്തിൽ നമുക്ക് തന്ന ഡാറ്റയാണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് തന്നത്? ദൂരമാണ് തന്നത്. എത്ര കിലോമീറ്റർ അകലെ നിന്നാണ് വരുന്നത് എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ കോളത്തിൽ അതാണ് എഴുതേണ്ടത്. നമ്മൾ ആദ്യം തന്നെ എന്ത് നോക്കും? ഇതിലേറ്റവും ചെറുതായിട്ടുള്ളത് ഏതാ നോക്കും. അപ്പോൾ 1 അല്ലേ. അപ്പോൾ 1 ആണല്ലേ. അപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്. 2 കിലോമീറ്റർ അകലെ നിന്നും വരുന്നോലുണ്ട്, 3 കിലോമീറ്റർ ദൂരെ നിന്നും വരുന്നോലും, 4ഉം 5ഉം 6ഉം 7ഉം കിലോമീറ്റർ അകലെ നിന്ന് വരുന്നോലും, 8 കിലോമീറ്ററും 9 ഉണ്ട്. അതുപോലെ 10 ഇല്ല, 11 ഉണ്ട്, 12 ഉണ്ട്, 13 ഇല്ല, 14 കിലോമീറ്റർ അകലെ നിന്ന് വരുന്നോലുണ്ടല്ലേ. ഏറ്റവും വലുതായിട്ട് ഇതിൽ കാണുന്നത് 14 അല്ലേ. ആൻഡ് 10ഉം ഇല്ല, ആൻഡ് 13ഉം അകലെ നിന്ന് വരുന്നോലുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ടാലി മാർക്സ് ആണല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 1 കിലോമീറ്റർ അകലെ നിന്ന് വരുന്ന എത്ര ആൾക്കാരുണ്ട് നോക്കും അല്ലേ. അപ്പോൾ എത്ര ആൾക്കാരുണ്ട്? 1, 2, 3 കുട്ടികളാണ് എന്ത് 1 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന സ്കൂളിലേക്ക് 1 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന 3 കുട്ടികളുണ്ട്. ഇനി 2 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന എത്ര ആൾക്കാരുണ്ട്? 1, 2, 3, 4, 5 പേരുണ്ട് അല്ലേ. സോറി, ഇവിടെ നമ്മൾ ടാലി മാർക്കാണ് ഇടേണ്ടത്. 3 ആൻഡ് 2 കിലോമീറ്റർ അകലെ നിന്ന് വരുന്ന 5 പേരാണല്ലേ ഉള്ളത്. ഇനി 3 കിലോമീറ്റർ അകലെ നിന്ന് വരുന്ന എത്ര ആൾക്കാരുണ്ട് എന്നറിയോ? ഇതിൽ 4 പേരാണെന്ത് 3 കിലോമീറ്റർ അകലെ നിന്ന് വരുന്നത്. 4 കുട്ടികൾ 3 കിലോമീറ്റർ അകലെ നിന്നാണ് വരുന്നത്. ആൻഡ് 4 കിലോമീറ്റർ അകലെ നിന്ന് വരുന്ന എത്ര കുട്ടികളുണ്ട് അറിയതിൽ? എത്ര എണ്ണം ഉണ്ട് നമുക്ക് നോക്കി നോക്കാം. 1, 2, 3, 4, 5 കുട്ടികൾ എന്താണ് 4 കിലോമീറ്റർ അകലെ നിന്നാണ് വരുന്നത്. ഇനി 5 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന 6 കുട്ടികളുണ്ട്. ഓക്കെ, 6 പേരുണ്ട്. ഒക്കെ നമുക്ക് ഈ ഡാറ്റയിൽ നിന്ന് കിട്ടും. ഞാൻ പെട്ടെന്ന് എഴുതി പോകേണ്ടതേ ഉള്ളൂ. ഇനി 6 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന 6 പേര് തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഇനി 7 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന എത്ര പേരുണ്ടോ എന്ന് നോക്കി നോക്കാം. 1, 2, 3, 4, 5 പേരെന്താണ് 7 കിലോമീറ്റർ അകലെ നിന്നാണ് വരുന്നത്. ഇനി 8 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന എത്ര ആളുണ്ടോ? ഒറ്റൊരാളേ ഉള്ളൂ. 8 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന ഒരാളേ ഉള്ളൂ. ഇനി 9 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന എത്ര ആൾക്കാരുണ്ട് നോക്കി നോക്കാം. 1, 2, 3 ഉണ്ട്, 4, 5 പേരെന്താണ് 9 കിലോമീറ്റർ അകലെ നിന്നാണ് വരുന്നത്. ഇനി 11 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന എത്ര ആൾക്കാരുണ്ട് നോക്കാം. 11 കിലോമീറ്റർ അല്ലേ. അപ്പോൾ 11 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന ഒറ്റൊരാളേ ഉള്ളൂ അല്ലേ. ഒരാളിത് അവിടെ 11 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന ഒറ്റൊരാൾ. ഇനി 12 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന 2 പേരാണുള്ളത്. ഇനി 14 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന എത്ര ആളുണ്ട്? ഒറ്റൊരാളേ ഉള്ളൂ അല്ലേ. ഈ ഒരാൾ മാത്രമേ 14 കിലോമീറ്റർ അകലെ നിന്നും വരുന്നതുള്ളൂ. ഇനി നമുക്ക് ഈ ടാലി മാർക്സ് കൗണ്ട് ചെയ്ത് ഇവിടെ എഴുതാം. 3 ആണ്, 5 ആണ്, 3, 5, 6, ഇതും 6 അല്ലേ, 5, 1, 6 അല്ലേ. ഇതും 1, 2, 3, 4, 5 അല്ലേ. അപ്പോൾ ഇത് 5, 1, 5, 1, 2, 1 അല്ലേ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം അല്ലേ. എന്താണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ? ഹൗ മെനി ചിൽഡ്രൻ ആർ ഫ്രം എക്സാക്ട്ലി 1 കിലോമീറ്റർ എവേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കറക്റ്റ് 1 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വരുന്ന എത്ര കുട്ടികളുണ്ട് ഇതവിടെ. അപ്പോൾ നേരെ നമ്മൾ ഫ്രീക്വൻസി ടേബിളിലേക്ക് നോക്കും. ആവർത്തി പട്ടികയിൽ നമുക്ക് പെട്ടെന്ന് അത് എഴുതാൻ പറ്റും. 1 കിലോമീറ്റർ, കറക്റ്റ് 1 കിലോമീറ്റർ ദൂരം നിന്നും വരുന്ന 3 പേരാണുള്ളതല്ലേ. 3 കുട്ടികൾ എന്താണ് കറക്റ്റ് 1 കിലോമീറ്റർ അകലെ നിന്നാണ് സ്കൂളിലേക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ചിൽഡ്രൻ ആർ ഫ്രം മോർ ദാൻ 5 കിലോമീറ്റർ. 5 കിലോമീറ്ററിനേക്കാളും കൂടുതൽ ദൂരത്തിൽ നിന്ന് വരുന്ന
എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 5 കിലോമീറ്ററിനേക്കാളും കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താക്കണം, 6 കിലോമീറ്ററിനും 7 കിലോമീറ്ററിനും 8ഉം 9ഉം 11ഉം 12ഉം 13ഉം കിലോമീറ്ററിന് വരുന്ന എത്ര കുട്ടികളുണ്ടെന്നാണ് അല്ലേ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നോക്കുക, 6 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന 6 പേരും 7 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന 5 പേരുണ്ട്. അതുപോലെ 8 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന ഒരാളാണുള്ളത്. ആൻഡ് 9 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന 5 പേരുണ്ട്. 11 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന എത്ര ആളാണുള്ളത്, ഒരാളാണുള്ളത്. 12 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന 2 പേരുണ്ട്. ആൻഡ് 14 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, എന്താണ് കിട്ടുക, 21 കിട്ടുമല്ലേ. അപ്പോൾ എന്താണ്, 21 കുട്ടികൾ 5 കിലോമീറ്ററിനേക്കാളും കൂടുതൽ ദൂരത്തു നിന്ന് വരുന്നതാണ്. 6ഉം 7ഉം 8ഉം 9ഉം 11ഉം 12ഉം 13ഉം കിലോമീറ്റർ ദൂരത്തു നിന്ന് വരുന്ന കുട്ടികൾ എത്ര ഉണ്ട്, 21 ആൾക്കാരുണ്ടല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, ഹൗ മെനി ചിൽഡ്രൻ ആർ ഫ്രം ബിറ്റ്വീൻ 5 ആൻഡ് 10 കിലോമീറ്റേഴ്സ്. ബിറ്റ്വീൻ 5 ആൻഡ് 10 എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കും, 5 മുതൽ എടുക്കുമല്ലോ, 5 മുതൽ 10. അപ്പോൾ നമുക്ക് ഇവിടെ 10 ഇല്ല, അപ്പോൾ നമ്മൾ 9 വരെ എടുക്കും. അപ്പോൾ 5 ആണെങ്കിൽ 5 കിലോമീറ്റർ അകലെ നിന്നും വരുന്ന 6 പേരും 6 കിലോമീറ്റർ അകലെ നിന്ന് വരുന്ന 6 പേരും 7 കിലോമീറ്റർ അകലെ നിന്ന് വരുന്ന 5 പേരും 8 കിലോമീറ്റർ അകലെ നിന്ന് വരുന്ന ഒരാളും 9 കിലോമീറ്റർ അകലെ നിന്ന് വരുന്ന 5 പേരുണ്ടല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. 5 ബിറ്റ്വീൻ 5 ആൻഡ് 10 കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ്, 6 പ്ലസ്, നമുക്ക് ആൻസർ ഇങ്ങോട്ടേക്ക് എഴുതാമല്ലേ, 6 പ്ലസ് 5 പ്ലസ് 1 പ്ലസ് 5 എന്ന് വരും. അപ്പോൾ എന്താണ്, ഇത് ആഡ് ചെയ്താൽ 23 എന്ന് വരും. അപ്പോൾ എന്താണ്, 23 കുട്ടികൾ, നമുക്ക് 23 കുട്ടികൾ എന്താണ് ബിറ്റ്വീൻ 5 ആൻഡ് 10 കിലോമീറ്റേഴ്സിന് ഇടയിൽ നിന്ന് വരുന്നവരാണ്. 5ഉം 10ഉം കിലോമീറ്ററിൻ്റെ ഇടയിൽ നിന്ന് വരുന്നവരാണല്ലേ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ്, ഹൗ മെനി ചിൽഡ്രൻ ആർ ഫ്രം മോർ ദാൻ 10 കിലോമീറ്റേഴ്സ്. 10ൽ കൂടുതൽ കിലോമീറ്റേഴ്സ് ദൂരത്ത് നിന്നും വരുന്ന എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, 10 കിലോമീറ്ററിൻ്റെ കൂടുതൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 11ഉം 12ഉം 13ഉം നോക്കേണ്ടി വരും അല്ലേ. അതൊക്കെ 10നേക്കാളും കൂടുതലല്ലേ. അപ്പോൾ നമുക്ക് എന്തുണ്ട്, 11 കിലോമീറ്ററിൽ നിന്ന് വരുന്ന ഒരാളും 12 നിന്ന് വരുന്ന 2 പേരും 14 കിലോമീറ്ററിൽ നിന്ന് വരുന്ന ഒരാളാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടുമല്ലേ. അപ്പോൾ എന്താണ്, 4 കുട്ടികൾ 10 കിലോമീറ്ററിലും ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഇത് ഓക്കെ അല്ലേ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, നമുക്ക് തന്ന ഡാറ്റ എന്താണ്, ദ സ്കോർസ് ഓഫ് 35 ചിൽഡ്രൻ ഇൻ എ ടെസ്റ്റ് ആർ ലിസ്റ്റഡ് ബിലോ. അതായത് ഒരു ടെസ്റ്റിൽ, ഒരു എക്സാമിൽ 35 കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണ് ഈ തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്താണ്, ഹൗ മെനി ചിൽഡ്രൻ സ്കോർഡ് 20 ആൻഡ് അതുപോലെ തന്നെ 10നും 20നും ഇടയിൽ എത്ര കുട്ടികൾക്ക് മാർക്ക് ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കണല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കോളം തന്ന ഡാറ്റയാണ്, എന്താണ്, സ്കോർസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും ചെറുത് നമ്മൾ കാണുന്നത് 10 ആണ്. 10 മുതൽ 20 വരെ ഉണ്ട് അല്ലേ. ഏറ്റവും വലുത് നമ്മൾ കാണുന്നത് 20 ആണ്. അപ്പോൾ 10 മുതൽ 20 വരെ മാർക്ക് കിട്ടിയ കുട്ടികൾ ആ ക്ലാസ്സിലുണ്ടല്ലേ. അപ്പോൾ നമുക്ക് 14, 15, 16, 17, 18, 19, 20, 10 മുതൽ 20 മാർക്ക് വരെ കിട്ടിയ കുട്ടികൾ ആ ക്ലാസ്സിലുണ്ട്. ഇനി നമുക്ക് നോക്കാം 10 മാർക്ക് കിട്ടിയ എത്ര ആൾക്കാരുണ്ട് നോക്കാം അല്ലേ. അപ്പോൾ 10 മാർക്ക് കിട്ടിയ എത്ര ആൾക്കാരുണ്ട്, ഒരാളിതാ, മറ്റേ ഇതാ രണ്ടാൾക്ക് എന്താണ് 10 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി 11 മാർക്ക് കിട്ടിയ എത്ര ആൾക്കാരുണ്ട് നോക്കാം. 11 മാർക്ക് കിട്ടിയ 1, 2, 3 പേര്. 3 പേർക്ക് എന്താണ് 11 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി 12 മാർക്ക് കിട്ടിയ എത്ര ആളുണ്ട് നോക്കാം. 12 മാർക്ക് കിട്ടിയ എത്ര ആളുണ്ട്, 1, 2, 3. 3 പേർക്ക് എന്താണ് 12 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 13 മാർക്ക് കിട്ടിയതോ, 13 മാർക്ക് 4 പേർക്കാണ്. 35 കുട്ടികളിൽ നിന്ന് 4 പേർക്കാണ് എന്ത് കിട്ടിയത്, 13 മാർക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ഇനി 14 മാർക്ക് കിട്ടിയതും 4 പേർക്ക് തന്നെയാണ്. 4 പേർക്ക് എന്തുണ്ട്, 14 മാർക്കാണുള്ളത്. ഇനി 15 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്, ഇതിൽ 16 കുട്ടികൾക്ക് എന്താണ് 15 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. എത്ര ആൾക്ക്, 6 പേർക്ക് എന്ത് 15 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. 6 പേർക്കാണ് ഇതിൽ 15 മാർക്ക് കിട്ടിയിട്ടത് അല്ലേ. ഇതാ ഇവിടെ ഒരാളിതാ, 2 ഇതാ, 3 ഇതാ, 4, 5, 6. 6 പേർക്ക് എന്താണ് 15 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 16 മാർക്ക് കിട്ടിയ 5 പേരാണ് ഇതിലുള്ളത്. എത്ര ആൾ, 5 പേർക്ക് 16 മാർക്ക് ഉണ്ട്. ആൻഡ് 17 മാർക്ക് കിട്ടിയ എത്ര ആൾക്കാരുണ്ട് നോക്കി നോക്കാം. 17 മാർക്ക് കിട്ടിയ ഒരാൾ, 2,
3 4 നാലാൾക്കാർ എന്തുണ്ട് 17 മാർക്കാണല്ലേ ഉള്ളത്. ഇനി 18 മാർക്ക് കിട്ടിയ എത്ര ആളുണ്ട് നോക്കാം. 18 മാർക്ക് കിട്ടിയ ഇതവിടെ 1 2 രണ്ടാൾക്ക് എന്താണ് 18 മാർക്കാണ്. എൻ്റെ 19 മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട്? ഇതാ ഒരാൾക്ക് മാത്രമേ 19 മാർക്കുള്ളൂ. അതുപോലെ 20 മാർക്ക് കിട്ടിയ ഒരാളാണുള്ളത് അല്ലേ. ഇതാ ഇവിടെ 20 മാർക്ക് കിട്ടിയ ഒരാൾക്കാണ് 20 മാർക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇതാ ഇവിടെ ഒരാൾക്ക് 20 മാർക്കും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 5 പേര് ഇവിടെ 4 ആൾക്ക് 17 2 1 1 അല്ലേ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ മെനി ചിൽഡ്രൻ സ്കോർഡ് 20? 20 മാർക്കും വാങ്ങിയ എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി ടേബിളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഇതാ 20 മാർക്ക് കിട്ടിയ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. ഒരാൾക്ക് മാത്രമേ 20 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി ഗോട്ട് സ്കോർസ് ബിറ്റ്വീൻ 10 ആൻഡ് 20 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 10നും 20നും ഇടയിൽ മാർക്ക് കിട്ടിയ എത്ര ആൾക്കാരുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 10 മുതൽ 20 വരെ മാർക്ക് കിട്ടിയ 35 കുട്ടികളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ 35 അപ്പോൾ 10ഉം 35 പേരാണ് ഇതിൽ മുഴുവനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 10 മുതൽ 20 വരെ എന്ന് പറയുമ്പം ആ 35ന്ന് ഈ 10ഉം 20ഉം ഒഴിവാക്കി എഴുതണം. അതായത് ഈ അതിൻ്റെ 2ഉം 1ഉം ഒഴിവാക്കി എഴുതുക. അപ്പോൾ എന്താണ് 35ന്ന് 2 + 1 ഒഴിവാക്കിയാൽ എന്ത് കിട്ടും? 32 എന്ന് കിട്ടൂലേ. അപ്പോൾ എന്താണ് 10നും 20നും ഇടയിൽ വരുന്ന 32 കുട്ടികളാണുള്ളത് അല്ലേ. അതായത് നമുക്ക് മുഴുവനായിട്ട് 35 കുട്ടികളാണ് വരുന്നത്. അപ്പോൾ 10ൻ്റെയും 20ൻ്റെയും ഇടയിൽ സ്കോർ വരുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താക്കുക? 10ഉം 20ഉം സ്കോർസ് കിട്ടിയ കുട്ടികളെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് എഴുതുക അല്ലേ. അപ്പോൾ 32 കുട്ടികൾക്ക് എന്താണ് 10ൻ്റെയും 20ൻ്റെയും ഇടയിലാണ് മാർക്ക് വന്നിട്ടുള്ളത് അല്ലേ. ഇനി ഹൗ മെനി സ്കോർഡ് ലെസ് ദാൻ 10? 10നേക്കാൾ കുറവ് മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് 10 മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. 10നേക്കാളും കുറവ് മാർക്ക് കിട്ടിയ ആരുമില്ലല്ലോ ഇതിൽ. അപ്പം 10നേക്കാൾ കുറവ് മാർക്ക് കിട്ടിയ ഒരാൾ പോലും ഇല്ല. അപ്പോൾ എന്താണ് 0 ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്കോർ ഗോട്ട് മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ? അതായത് കൂടുതൽ കുട്ടികൾക്ക് ലഭിച്ച സ്കോർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് മാർക്കാണ് കൂടുതൽ കുട്ടികൾക്ക് ലഭിച്ചിട്ടുള്ളത്? ഇതാ 15 അല്ലേ. ഇതാ 15 അല്ലേ. എന്താണ് 6 കുട്ടികൾക്ക് എന്തുണ്ട് 15 മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. അതല്ലേ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് 15 അല്ലേ. അപ്പോൾ 15 ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് 15. ഇതൊക്കെ ഓക്കെ അല്ലേ. ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.